ഇതാണ് ആനാസാഗർ തടാകം. ഹാജ തങ്ങളും ഈ തടാകവും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട്. ഹാജ തങ്ങൾ ഇന്ത്യയിലെത്തി ഒരുപാട് മുസ്ലിങ്ങൾ ഇസ്ലാമിലേക്ക് വരുന്ന കാലം. ഇത് കണ്ട് അന്നത്തെ രാജാവായിരുന്ന പൃഥ്വിരാജ് മുസ്ലിങ്ങൾ ആനസാഗർ തടാകത്തിൽ നിന്ന് വെള്ളമെടുക്കരുതെന്ന ഒരു ഓർഡർ ഇട്ടു. ഇതറിഞ്ഞ് ഹാജ തങ്ങൾ സമ്മതം ചോദിച്ച് തടാകത്തു നിന്നും ഒരു കുടം വെള്ളം എടുക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ തടാകം വെറ്റി വരളുകയാണ്. ഇത് കണ്ട് ആളുകളൊക്കെ ഭയന്ന് രാജാവിൻ്റെ അടുത്തേക്ക് പോയി വിഷയം പറഞ്ഞു. അവസാനം മന്ത്രിസഭ കൂടി ചർച്ച നടക്കുകയാണ്. മുസ്ലിമീങ്ങൾക്ക് വെള്ളം നിശ്ചയിച്ചത് തന്നെയായിരിക്കണം ഇതിന്റെ കാരണം എന്നൊരു തീരുമാനത്തിലോട്ടെത്തി ഹാജ തങ്ങളെ സമീപിക്കുകയാണ് അവർ. ഹാജ തങ്ങൾ എല്ലാവരോടും തടാകത്തിന് ചുറ്റും ഒരുമിച്ച് കൂട്ടാൻ പറഞ്ഞ് ആ എടുത്ത വെള്ളം തിരികെ അതിലോട്ട് ഒഴുക്കുകയാണ്. തടാകം പൂർവ്വസ്ഥിതിയിലോട്ട് വരുന്നു. ഈ ലോകത്ത് മനുഷ്യനെന്നല്ല ഒരു ജീവിക്കും വെള്ളം തടയാനുള്ള അവകാശം ആർക്കുമില്ലെന്ന് ഹാജ തങ്ങൾ പറയുന്നു. ഹാജ തങ്ങളുടെ വലിയൊരു കറാമത്തായിട്ട് ഈ സംഭവം വിവരിക്കപ്പെടുന്നു.